നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ പഴയ ഓർമ്മകളിൽ നിന്നുള്ള ഒരു റെസിപ്പിയാണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ ഞങ്ങൾ വെക്കേഷന് പോകുമ്പോൾ ഞാനും എൻ്റെ കസിൻസ് അഞ്ജനും എൻ്റെ സിസ്റ്റേഴ്സ് ഞങ്ങൾ തന്നെ 5 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ റോസി കൊച്ചമ്മ എന്നെല്ലാവരും വിളിച്ചിരുന്ന, ഞങ്ങൾ വല്യമ്മച്ചി എന്ന് വിളിച്ചിരുന്ന എൻ്റെ വല്യമ്മച്ചി ഉണ്ടാക്കിയിരുന്ന ഒരു ജ്യൂസാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ജ്യൂസ് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളമാണ്. നാരങ്ങ ജ്യൂസാണ്. നമ്മൾ സിറപ്പ് ഉണ്ടാക്കി വെക്കും. അതിൽ അല്പം വ്യത്യാസമുണ്ട്. അപ്പോൾ കാണുക, ഇന്ന് നമ്മളൊരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാരങ്ങ ജ്യൂസ്. പക്ഷേ ഈ നാരങ്ങ ജ്യൂസിൻ്റെ പ്രത്യേകത നമ്മളതിനെ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. ഈ പൂക്കൾ വെച്ചാണ് നമ്മളതിന് കളർ കൊടുക്കുന്നത്. അടുക്ക് ചെമ്പരത്തിയാണിത്. ഇതെൻ്റെ വല്യമ്മച്ചിയുടെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ വല്യമ്മച്ചി എപ്പോഴും ഈ അടുക്ക് ചെമ്പരത്തി വെച്ച് കളർ ചെയ്ത് നമ്മൾക്ക് ജ്യൂസ് ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ചെറുനാരങ്ങ ആയിരുന്നില്ല, ഒടിച്ചു കുത്തി നാരങ്ങ എന്ന് പറയുന്ന ഒരു ചെറിയ വലിപ്പമുള്ള നാരങ്ങ നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു. ആ നാരങ്ങ എടുത്താണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ജ്യൂസാണ്. അപ്പോൾ അതിലാണ് ഇത് വെച്ചിട്ട് കളർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ആദ്യം നമ്മൾ ഈ പൂവൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഞാനതിനകത്ത് പൂച്ചിയൊന്നും ഇല്ല എന്നൊക്കെ എൻഷുർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ പുറകിലുള്ള കാലിക്സ് എന്ന് പറയുന്ന പച്ച സാധനം ഊരിക്കളയണം. പിന്നെ പൂക്കളുടെ ഇടയിൽ അതിൻ്റെ സ്റ്റേമൻസ്, പിസ്റ്റൽ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. അതുമൊക്കെ ഞാൻ ഊരിക്കളഞ്ഞിട്ട് ഈ ഇതൾ മാത്രമാണ് ഇതിന് എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഞാനിതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് അത് ഒന്ന് കഴുകണമെന്നും ഉദ്ദേശിക്കുന്നുണ്ട്. പറിച്ചുകൊണ്ട് വന്നപ്പോഴേ ഇതിനകത്ത് ഉറുമ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് എടുത്തത്. ഇത്രയേ പൂവേ എനിക്ക് കിട്ടിയുള്ളൂ. ചെമ്പരത്തിയിൽ കൂടുതൽ പൂവുണ്ടാകുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നോക്കുമ്പോഴൊന്നും പൂ കാണുന്നില്ല. വല്ലവരും പറിച്ചോണെന്നോ പോയെന്നോ അറിഞ്ഞുകൂടാ. ഏതായാലും ഇത് ഞാനൊന്ന് കഴുകട്ടെ. പൂവ് ഇളക്കി കഴുകി ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളവും പഞ്ചസാരയും എടുക്കണം. ഇത് ഞാൻ മാറ്റി ഇവിടെ വെക്കുക. ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്ലാസ് മുഴുവൻ നിറച്ചില്ല, അല്പം കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം. അതിലേക്ക് ഞാൻ ഈ പൂവ് ഇടുക. ഇനി ഇത് തിളപ്പിച്ചിട്ട് ഈ കളറ് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് അരിച്ച് പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു, ഇത് വെച്ചു. ഇനി ഞാനിത് അടുപ്പേ വെക്കാൻ പോവുകയാണ്. അടുപ്പിൽ വെച്ചിട്ട് തിളച്ച് നിറമുള്ള വെള്ളമാകുമ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ വെറുതെ അടുപ്പിൽ വെച്ച് അടച്ച് വെച്ച് തിളപ്പിക്കുക. 2 മിനിറ്റ് വെക്കുകയാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, പൂവിൻ്റെ നിറമൊക്കെ അതിലേക്ക് ഇറങ്ങി. മറ്റേ നല്ല ചുമന്ന ഇതളല്ലായിരുന്നു. ഈ ഇതളിൻ്റെ നിറമെല്ലാം ആ വെള്ളത്തിൽ ഇറങ്ങി. ഇനി ഇത് അരിച്ചിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. പിള്ളേരുടെ സ്കൂളൊക്കെ അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് ഇടയ്ക്ക് കുടിക്കാനും അതുപോലെ അവർക്ക് കഴിക്കാനും ഒക്കെ ചെറിയ സ്നാക്സൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. സ്നാക്സും ഇതുപോലെയുള്ള നാരങ്ങ വെള്ളങ്ങളും ഒക്കെ. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടുന്നില്ലേ എന്ന് ചോദിക്കാം. പക്ഷേ കൊച്ചു കുട്ടികൾക്ക് ഈ പഞ്ചസാരയൊന്നും അവർ അമിതവണ്ണം ഉള്ളവരല്ലെങ്കിൽ ഈ പഞ്ചസാരയൊന്നും ഒരു കുഴപ്പവും ചെയ്യുകയില്ല. ഇന്ന് ഷാരോൺ പറഞ്ഞ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടു കാണും. ഷാരോൺ പറഞ്ഞല്ലോ, നല്ല വൈറ്റലായിട്ടുള്ള ഒരു ശരീരമുള്ളവർക്ക് ഇതെല്ലാം അവരുടെ ആക്ടിവിറ്റിയിൽ അങ്ങ് യൂസ് ചെയ്ത് പോകും. ഈ കുട്ടികൾ ഭയങ്കര കളിയായിരിക്കും ദിവസം മുഴുവൻ. അവരെ കളിക്കാൻ വിടണം, ഓടാനും ചാടാനും. അതുപോലെ തന്നെ അവധിക്കുള്ള ആക്ടിവിറ്റിയായ നീന്തൽ, അല്ലെങ്കിൽ ടെന്നീസ്, അല്ലെങ്കിൽ സ്കേറ്റിങ്, എന്തെങ്കിലുമൊക്കെ പഠിച്ച് അവരുടെ ദേഹം അനങ്ങി അവർക്ക് മസിൽസൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഏത് പഞ്ചസാരയും അവരുടെ ശരീരത്തിൽ നിന്ന് ശരീരം ഉപയോഗിച്ച് തീർക്കും. അത് അക്യൂമുലേറ്റ് ചെയ്ത് ഫാറ്റ് ആകുമ്പോഴാണ് അത് കുഴപ്പം ചെയ്യുന്നത്. അല്ലാതെ ഒരു ഭക്ഷണവും ഒരു വില്ലനല്ല. അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. പഞ്ചസാര കഴിക്കാൻ വയ്യാത്ത നമ്മളെപ്പോലുള്ളവർക്ക് ഇതുപോലെ തന്നെ ഇതിനെ തിളപ്പിച്ചെടുത്ത് ചായയായിട്ടും ഉപയോഗിക്കാം. നമ്മൾ പറയുമല്ലോ ഹൈബിസ്കസ് ടീ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വേറൊരു ഇനം ഹൈബിസ്കസിൻ്റെ ടീയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഹൈബിസ്കസ് സബ്ദാരിഫ എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ മത്തിപ്പുളി എന്നൊക്കെ പറയുന്ന ആ ഹൈബിസ്കസിൻ്റെ
ടീ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. പക്ഷെ നമ്മൾക്ക് ഈ ഹൈബിസ്കസ് അതുപോലെ തന്നെ ഉപയോഗിക്കാം. ഇതിനൊരു ചെറിയ പുളി രസമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നിറം കാണാനാണ് ഞാൻ ഇതിലേക്ക് മാറ്റിയത്. ഒരു തരം നല്ല മെറൂൺ നിറമാണ് ഇതിന്, കണ്ടല്ലോ, മെറൂൺ കളറിൽ ഇരിക്കുന്ന ഒരു ലിക്വിഡ്. ഇത് നമുക്ക് ഇപ്പോൾ എത്ര ഉണ്ട്, ഇതൊരു 150 ml ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് പഞ്ചസാര ഇടുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യേണ്ടി വരുമായിരിക്കാം. എനിക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള നാരങ്ങയും അവൈലബിൾ ആയിട്ടുള്ള പൂവും വെച്ചാണ് ഇത് ചെയ്യുന്നത്. കൂടുതൽ പൂക്കളുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നാരങ്ങയും ഒക്കെ വെച്ച് ഉണ്ടാക്കാം. പക്ഷേ ഒത്തിരി ദിവസം വെച്ചുകൊണ്ട് ഇരിക്കരുത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഗ്ലാസും ഒരു 1/3 ഗ്ലാസും പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്തത് ഞാൻ ക്യാമറ ഓൺ അല്ലായിരുന്നു. ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസും പിന്നെ ഒരു 1/3 ഗ്ലാസും പഞ്ചസാര ഈ ലിക്വിഡിലോട്ടിട്ടു. ഇനി ഇത് നമുക്ക് അടുപ്പയിൽ വെച്ച് ഇളക്കി പഞ്ചസാര പാനിയാക്കണം. കട്ടിയുള്ള പാനി ഉണ്ടാക്കണമെന്നില്ല. എന്നാലും ഒരുവിധം ഈ പഞ്ചസാര മൊത്തം അലിഞ്ഞ് ഇത് തിളച്ച് അതിനകത്തെ ഫോമൊക്കെ ഒന്ന് അടങ്ങുന്നത് വരെ നമ്മൾ ഇത് ഇത് അടുപ്പിൽ വെച്ച് ഇളക്കണം. അപ്പോൾ ഇതിൻ്റെ നിറം കണ്ടല്ലോ, ഒരു പേർപ്പിൾ കളറായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കുറേ കഴിഞ്ഞ് നമ്മൾ നാരങ്ങ നീര് ചേരുമ്പോൾ അതിൻ്റെ pH മാറും, അതിൻ്റെ അസിഡിറ്റി മാറുമ്പോൾ അത് കളറ് മാറും. ഇത് ഞാൻ വായിൽ വെച്ച് നോക്കി, ഇതിന് പ്രത്യേകിച്ച് പുളിയൊന്നും ഇല്ല, യാതൊരു പുളിയില്ലാത്ത ഒരു ചെമ്പരത്തിയാണിത്. എന്നാൽ നമ്മൾ ടീ ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഹൈബിസ്കസ് ടീ, ആ മത്തിപ്പുളി എന്ന് പറഞ്ഞ പുളിയുള്ള ആ ഹൈബിസ്കസിന് നല്ല പുളിയാണ്. അതൊരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാണ് ടീ ഉണ്ടാക്കുന്നത്. ഇനി ഒരു ദിവസം എൻ്റെ ഹൈബിസ്കസ് ടീ ഞാൻ വാങ്ങിച്ചതിൻ്റെ ടീ ഉണ്ടാക്കുന്നത് ഞാൻ സെപ്പറേറ്റായിട്ട് കാണിച്ചു തരാം. അപ്പോഴത്തേക്കും നമുക്ക് ഇത് അലിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇത് അലിഞ്ഞ് എന്താകുന്നു എന്ന് നോക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്, കണ്ടോ, ഫോമി ആയിട്ടൊക്കെ വന്നു. ഇതിനി കുറച്ച് നേരം കൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കി വെക്കണം. കുറച്ച് നേരം കൂടെ തിളയ്ക്കുമ്പോൾ ഈ പതയൊക്കെ അങ്ങ് അടങ്ങും. പതയൊക്കെ അടങ്ങി ക്ലിയർ ലിക്വിഡ് ആകും, തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിയർ ലിക്വിഡ്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരുവിധം ഫുള്ള് തണുക്കണ്ട, നമുക്ക് ആ പാത്രത്തെ തൊടാവുന്ന ആ രീതിയിൽ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നാരങ്ങാനീര് ഒഴിച്ച് ചേർക്കാം. അങ്ങനെ അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കാറ്. എന്നിട്ട് പിന്നെ അത് സൂക്ഷിച്ച് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂണിന് ഒരു ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒരു ഗ്ലാസ്സിൽ 2.5 ടേബിൾ സ്പൂൺ ഒഴിച്ച് ബാക്കി വെള്ളം ഒഴിച്ച് എടുത്താൽ നമുക്ക് നല്ല ജ്യൂസായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇനി. അന്നേരം എന്നിട്ട് തണുക്കാനായിട്ട് വെക്കുകയാണ്. നമ്മുടെ ചെമ്പരത്തി പഞ്ചസാര സിറപ്പ് ഒരുവിധം കൂൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ലൂക്ക് വോമാണ്, തണുത്ത ഐസ് പോലെയൊന്നും ആയിട്ടില്ല. അതിന് ഒരു ചെറിയ സിറപ്പ് കൺസിസ്റ്റൻസി ഉണ്ട്. നമ്മൾ കാണാമല്ലോ, സ്പൂണിൽ അത് കോട്ട് ചെയ്യുന്നുണ്ട്, സ്പൂണിൻ്റെ ബാക്ക് കാണാം. അത് വീഴുന്നത് കണ്ടാലും അറിയാം, ഇങ്ങനെ വെള്ളം ഒലിച്ച് വീഴുന്ന പോലെയല്ല. അപ്പോൾ നമുക്കൊരു ലൂക്ക് വോമായിട്ടുള്ള ചെമ്പരത്തി പഞ്ചസാര സിറപ്പ് നമ്മളുണ്ടാക്കി. ഇനി ഈ സിറപ്പിലേക്ക് നമുക്ക് നമ്മുടെ നാരങ്ങാ നീര് ആഡ് ചെയ്യണം. നാരങ്ങാ നീര് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നിറം മാറും. കാരണം അതിൻ്റെ ആസിഡിറ്റി മാറുന്നു എന്നാണ്. അത് കുറച്ചുകൂടെ പേർപ്പിളിൽ നിന്ന് റെഡായിട്ട് മാറി, കാണാമല്ലോ, റെഡായിട്ടുള്ള ഒരു നാരങ്ങാ വെള്ളം നമുക്ക് കിട്ടി. ഇത് റിയൽ നാരങ്ങാ വെള്ളം, ആർട്ടിഫിഷ്യൽ കളറിങ്ങിന് പകരം നാച്ചുറൽ കളേഴ്സാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കളേഴ്സൊക്കെ ആന്തോസൈനീൻസ് എന്നും ഒക്കെ പറഞ്ഞ് പല പ്ലാന്റ് കോമ്പൗണ്ട്സ് ഉള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വല്യമ്മച്ചിയുടെ കാലം മുതൽ, എനിക്കൊരു 4 വയസ്സെന്ന് വെച്ചു, ഒരു 60 വർഷം മുമ്പ് തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും അത് കാരണം നമുക്കിത് പ്രൂവണായിട്ട് വലിയ കുഴപ്പമില്ലാത്തതാണ്. ഞാനിത് ഗ്ലാസ്സിലൊഴിക്കുകയാണ്. ഗ്ലാസ്സിലൊഴിച്ചാൽ കണ്ടോ, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ നിറം. ഇതിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കുടിക്കാം. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇച്ചിരി കുറവായിപ്പോയി. ഞാൻ ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് ഒരുപാട് കുടിക്കണ്ടെന്ന് വെച്ചാണ് കുറച്ച് ഇട്ടത്. ഇച്ചിരി തണുത്ത വെള്ളം ഒഴിച്ച് നോക്കട്ടെ. തണുത്ത വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ നിറം ഇച്ചിരി കൂടെ ഡൈല്യൂട്ടാകും.
നമുക്ക് പൂ 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണിപ്പോൾ ഇതിൻ്റെ നിറം, ജ്യൂസിൻ്റെ നിറം. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ജ്യൂസ് കൂടെ വേണ്ടി വരും, കാരണം ഞാൻ വളരെ കുറച്ചാണ് ഉപയോഗിച്ചത്. എന്നിട്ട് ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ. നല്ല രുചിയാണെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ നിറം കാണുമ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റൊക്കെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ കൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത് കുടിക്കുമ്പോൾ അത് നല്ലൊരു സ്വാദായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിത് മുഴുവനും കുടിക്കാനും പോവുകയാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള ഒരു നല്ല ആർട്ടിഫിഷ്യലായിട്ടുള്ള യാതൊന്നും ഇല്ലാത്ത ഒരു പഞ്ചസാര മാത്രമുണ്ട്, അത് ആർട്ടിഫിഷ്യലാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, പ്രോസസ് ഫുഡ്, ഒരു ജ്യൂസ്, ഒരു വെക്കേഷൻ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. ഇനി കൂടുതൽ വെക്കേഷൻ റെസിപ്പീസുമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന് കാണണം. ഇത് നല്ല സ്വാദുള്ളതും നല്ല ഗുണകരമായാണ്. നാരങ്ങയുടെ മാത്രമല്ല, ഈ പൂവിൻ്റെ കളേഴ്സിൽ നിന്നുള്ള പിഗ്മെൻറ്റിനൊക്കെയുള്ള ചില ആൻറ്റി ഓക്സിഡൻറ്റ് ഇഫക്ട്സും ഇതിലുണ്ട്. നന്ദി, നമസ്കാരം.